നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാറാരോഗങ്ങളുടെ വലിയ ഹൃദയവേദനയാൽ മനുഷ്യർ വഴിയോരങ്ങളിൽ കിടന്ന് മാറത്തടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് പുണ്യാളന്റെ തിരുസ്വരൂപത്തെ നോക്കിക്കൊണ്ട്. ഇന്ന് ഹൃദയത്തിൽ ഈ പുണ്യാളന്റെ രൂപം പോയി വരുമ്പോ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ പ്രദക്ഷിണത്തിൽ നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും അനുഗ്രഹങ്ങളും കണ്ണുനീരുമൊക്കെ ദൈവത്തിനുള്ള അർച്ചനയായി നമുക്ക് ചേർത്ത് വയ്ക്കാം. ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ ഒരു വിലാപമാണ്, കാഴ്ച കിട്ടാനുള്ള മനസ്സിന്റെ ആഗ്രഹമാണ്. നമുക്കും ഈ ഒരു പ്രദക്ഷിണ നേരത്തും ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. കടലും തീരവും ഈ നാടും ഈ സംസ്കാരവും ഒക്കെ സന്തോഷത്തിൻ്റെയും ഭക്തിയുടെയും ആനന്ദലഹരിയിൽ അമരുന്ന വലിയ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ പ്രകടനമായ വലിയ പ്രദക്ഷിണത്തിന് നമ്മളെ സാക്ഷ്യം വഹിക്കും. അർത്തുങ്കൽ മണ്ണ് സെബസ്ത്യാനോസിന് ഭക്തി രൂപപ്പെടുവാനും വളരാനും രൂപപ്പെട്ടതെന്നതിന് ഒരു ചരിത്രമുണ്ട്. 1580 ഗാസ്പർ പയസ് എന്നൊരു ഈശോ സഭ ഒരു സന്യാസി ഇവിടെ വരികയാണ് കൊച്ചിയിൽ നിന്ന്. അദ്ദേഹം വരുമ്പോ ഈ പ്രദേശം മുഴുവൻ വസൂരി എന്ന ഭീകരമായ രോഗത്താൽ മനുഷ്യര് മരണപ്പെടുന്ന ദയനീയ കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. മരുന്നില്ല, ആശ്വാസമില്ല, പകർച്ചവ്യാധിയായി മനുഷ്യര് രോഗത്തിന് കീഴ്പ്പെട്ട് മരണത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ മനുഷ്യൻ ചെയ്തത് ഒരു വീട് വാടകയ്ക്കെടുത്ത് താൽക്കാലികമായി ഒരു ആശുപത്രിയായി അതിനെ മാറ്റുകയാണ്. തനിക്കറിയാവുന്ന വൈദ്യം പ്രയോഗിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും മരണത്തിലേക്ക് പോയ ഒരുപാട് മനുഷ്യരെ അദ്ദേഹം ജീവനിലേക്ക് കൊണ്ടുവന്നു. സ്നേഹമുള്ളവർ, എങ്ങനെ സെബസ്ത്യാനോസ് അർത്തുങ്കലിൽ ഈ പ്രക്ഷോഭിക്കുന്നതിന് കാരണം ഇതുപോലെ ജീവിച്ച മിഷനറിമാരുടെ നന്മയുടെയും പ്രാർത്ഥനയുടെയും കണ്ണുനീരിന്റെയും നനവിനാൽ പുണ്യപ്പെട്ട ഒരു മണ്ണായതുകൊണ്ടാണ്. 1581 അദ്ദേഹം വൈദിക പട്ടം സ്വീകരിക്കുകയും അർത്തുങ്കൽ പള്ളിയുടെ ആദ്യത്തെ വികാരിയായി മാറുകയും ചെയ്യുന്നു. ചരിത്രം നമ്മൾ മറന്നാൽ ചരിത്രം നമ്മളെയും മറക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അന്ന് അദ്ദേഹത്തിനുണ്ടായൊരു ഭാഗ്യം, രാജാവിന്റെ അനുവാദത്തോടെ ഓലയും തടിയും കൊണ്ട് ആദ്യത്തെ പള്ളി ഇവിടെ അദ്ദേഹം പണിയുകയാണ്. ഇവിടെ നടന്ന ആദ്യത്തെ ജ്ഞാനസ്നാനം ജന്മനാ അന്ധയായ ഒരു പെൺകുട്ടിയുടേതായിരുന്നു. പക്ഷെ അവൾ ജ്ഞാനസ്നാനപ്പെടുമ്പോ കാഴ്ച ലഭിച്ചിരുന്നു. ഒരു കൊല്ലം കഴിയുമ്പോ 38 വയസ്സിൽ ഗാസ്പർ പയസ് എന്ന അർത്തുങ്കലിലെ ആദ്യത്തെ വികാരി മരണപ്പെടുകയാണ്. ഒരുപാട് മനുഷ്യരെ മരണത്തിൽ നിന്ന് രക്ഷിച്ചയാള് പെട്ടെന്ന് ഈ ലോകം വിട്ടു പോവുകയാണ്. അന്നത്തെ ഒരു കത്തിൽ എഴുതി വച്ചിരിക്കുന്ന മനോഹരമായ 1-2 കാര്യങ്ങൾ ഇങ്ങനെയാണ്. അച്ഛന്റെ മരണരംഗത്ത് നാട്ടുകാരെല്ലാം കൂടെ ഓടി പള്ളി വരികയാണ്. അവര് മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് ഒച്ചത്തി പറയുന്നതായി എഴുതപ്പെട്ടിരിക്കുകയാണ്, ഈ വൈദികൻ മരിച്ചിട്ടില്ല, മറിച്ച് ദൈവസന്നിധിയിൽ നിത്യാനന്ദത്തിനായി പോയിരിക്കുന്നു. ഈ പുരോഹിതൻ മരിച്ചപ്പോൾ ഈ നാടും മരിച്ചുപോയി. ഞങ്ങളെ സ്നേഹിച്ച ഈ വൈദികനിലൂടെ ഞങ്ങൾക്ക് ജീവൻ ലഭിച്ചു. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ അദ്ദേഹം സഹായിച്ചു. എങ്ങനെ സെബസ്ത്യാനോസ് പുണ്യവാളന്റെ ഭക്തി ഈ മണ്ണിൽ പടർന്നു പന്തലിച്ച് ഒരു വൃക്ഷം പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ത്യാഗപൂർണം ജീവൻ കൊടുത്ത് വിശുദ്ധിയോടെ ജീവിച്ച ഇത്തരം മിഷണറിമാരുടെ ജീവ കഥകളും അനുഭവങ്ങളും ഒക്കെയാണ് അതിന്റെ വളവും വളക്കൂറുമായി മാറിയിട്ടുള്ളത്. ഫെനീച്ചു അച്ഛനെ നമുക്ക് മറക്കാൻ പറ്റില്ല. 33 കൊല്ലമാണ് 2 പ്രാവശ്യമായി ഈ വൈദികൻ ഇവിടെ ജീവിച്ചത്. കുരിശിനോട് വലിയ ഭക്തി ഉണ്ടായിരുന്ന ഒരാളാണ്. കടലിൽ മീനില്ല. ആളുകളെല്ലാം ഫെനീച്ചു അച്ഛൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയുകയാണ്. അച്ഛനും കുരിശുമായി പ്രദക്ഷിണമായി കടലിൽ പോകുന്നതും കുരിശ് വെള്ളത്തിൽ മുട്ടി പകുതിയോളം വെള്ളത്തിൽ താഴ്ത്തുന്നതും ഒക്കെ അന്നത്തെ കത്തുകളിൽ മിഷനറിമാര് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടാൻ നേരത്ത് അദ്ദേഹം ഒരു ഉപദേശം തൻ്റെ ചുറ്റും കൂടെ നിന്നിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കരുണയും ഒന്നിക്കട്ടെ. അപ്പൊ കരുണയോടെ ദൈവം പാപികളായ നമ്മളെ കാണട്ടെ എന്ന് ആ വൃദ്ധ വൈദികൻ തൻ്റെ 75-ാം വയസ്സിൽ അന്ത്യശ്വാസം വലിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്.
പ്രാർത്ഥന വഴി, പ്രായശ്ചിത്തം വഴി ദൈവശിക്ഷ ഒഴിവാക്കട്ടെ. അതിനുശേഷമാണ് ഫ്രാൻചെസ്കോ ദ ഫൊൺസേക്ക എന്ന വൈദികൻ ഇവിടെ എത്തുന്നതും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പേരിൽ ഒരു ചാപ്പല് പണിയുന്നതും. ഇന്ന് നമ്മൾ വലിയൊരു പ്രദക്ഷിണത്തിന് ഇങ്ങനെ കാഴ്ചക്കാരായും പങ്കാളികളായും സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ആദ്യത്തെ പ്രദക്ഷിണം കടൽ തീരത്തെ കുരിശടിയിൽ നിന്ന് അർത്തുങ്കൽ പള്ളിയിലേക്കുള്ളതായിരുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഭക്തി പാരമ്പര്യം നാനാജാതി മതസ്ഥരായ എല്ലാവരും ആശ്വാസം കണ്ടെത്തി നൂറ്റാണ്ടുകളായി ഇവിടെ അണയുകയാണ്. വലിയൊരു പ്രദക്ഷിണത്തിനും വിശ്വാസ സാക്ഷ്യത്തിനുമായി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അർത്തുങ്കൽ എന്നത് ഒരു സംസ്കാരത്തിന് പറയുന്ന പേരാണ്. ജീവിച്ചുപോയ കടന്നുപോയ മിഷനറിമാരുടെ ജീവിത മാതൃകയാൽ വിശുദ്ധ സെബസ്ത്യാനോസിന് ഇരിപ്പിടം കിട്ടിയ ഒരു പുണ്യ സങ്കേതത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ്. ഈ വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെയുള്ള വിശുദ്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ മകുടം ചൂടിയ വലിയ മാതൃകകൾ ഇരുട്ടിന്റെ ശക്തിയെ നമ്മിൽ നിന്നും അകറ്റിക്കളയാൻ നമ്മളെ സഹായിക്കുന്നു. തോറ്റുകൊടുക്കുന്നതും ക്ഷമിക്കുന്നതും കരുണ കാണിക്കുന്നതും എളിമപ്പെടുന്നതുമാണ് ജീവിത വിജയമെന്ന് നാം വിശുദ്ധ സെബസ്ത്യാനോസിനെ നോക്കി എളിമയോടെ പഠിക്കുകയാണ്. നമ്മൾ ഓർക്കണം, എത്രയോ തലമുറകൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങൾ മെഴുതിരി പോലെ ഈ സന്നിധിയിൽ വന്ന് അർച്ചനയായി നൽകിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബലവും വിശുദ്ധിയുമാണ് പുണ്യാളച്ചൻ്റെ അടുത്തേക്ക് നമ്മളെല്ലാവരെയും കൊണ്ടുവരുന്നത്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മളിലൂടെ പ്രാർത്ഥനാ സഹായം ചോദിച്ച മനുഷ്യരെയും നമ്മുടെ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളെയും ഒക്കെ നമുക്ക് സമർപ്പിക്കാം.